Hello friends, welcome to Simi's Crafty World. ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ആണ്. ടിഷ്യൂ പേപ്പറും മുട്ടയുടെ തോടും ഉപയോഗിച്ച് വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് മുട്ടയുടെ തോടാണ്. ആദ്യമായി നമുക്ക് ഈ ബോട്ടിലിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ചെയ്യുമ്പോൾ കുറച്ച് തിക്കായി തന്നെ അപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ മുട്ടത്തോട് അതിൽ നന്നായി പിടിച്ച് കിട്ടുള്ളൂ. മുട്ടത്തോട്ടിലെ പ്രിൻ്റ് വരുന്ന ഭാഗം നമുക്ക് ഒഴിവാക്കാം. വൈറ്റ് വരുന്ന പോർഷൻ മാത്രം നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഓരോ ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം ബോട്ടിലിൽ വയ്ക്കുക. അതിനുശേഷം ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ചെറിയ ചെറിയ പീസസായി ബോട്ടിലിൽ ഫിക്സായി സെറ്റായി കിട്ടുന്നതാണ്. മുട്ടത്തോട് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിരാനിടുക. അതിനുശേഷം മാത്രം ഈ ക്രാഫ്റ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ മുട്ടത്തോടിനകത്തുള്ള സോഫ്റ്റായിട്ടുള്ള ഒരു സ്കിൻ പീൽ ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഈ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്കിൻ പീൽ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് ചെറിയൊരു ബ്രഷിൻ്റെ ടിപ്പോ അല്ലെങ്കിൽ വേറൊരു ചെറിയ സ്റ്റിക്കോ വെച്ച് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ബോട്ടിലിൽ കൊടുക്കുന്നതാണ് വളരെ ഭംഗി തരുന്നത്. ബോട്ടിൽ മുഴുവനായി മുട്ടത്തോട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബോട്ടിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പീച്ച് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത്. അത് വെള്ളത്തിൽ ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബോട്ടിൽ മുഴുവനായി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പേഴ്സ് വാങ്ങാൻ കിട്ടുന്നതാണ്. നോർമൽ ടിഷ്യൂ പേപ്പർ അല്ല, പല ഡിസൈനിലും ഇതുപോലെ അവൈലബിൾ ആണ്. ഞാനിവിടെ വൈറ്റും പർപ്പിളും കൂടെയുള്ള ഒരു ടിഷ്യൂ പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡബിൾ ലെയർ വരുന്ന ടിഷ്യൂ പേപ്പറാണ്. നമുക്ക് ബോട്ടിലിലേക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായി പെയിൻറ്റ് ബ്രഷ് കുറച്ച് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടത് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസിയായി നമുക്ക് ടിഷ്യൂ പേപ്പർ കീറിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ അടിഭാഗത്ത് വരുന്ന ലെയർ മാറ്റിയെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വൈറ്റ് ഗ്ലൂവിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് എടുക്കുന്നതിന് ഡെക്കോപേജ് എന്നാണ് പറയുന്നത്. ഈ ഡെക്കോപേജ് ചെയ്യുന്നതിലേക്കായി സ്പെഷ്യലായി ഒരു ഗ്ലൂ ഉണ്ട്. അത് മോഡ് പോഡ്ജ് ഗ്ലൂ ആണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ആമസോൺ സൈറ്റിലേക്ക് അത് അവൈലബിൾ ആണ്. മോഡ് പോഡ്ജ് ഇല്ലെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഗ്ലൂ സെറ്റ് ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പർ ഇതുപോലെ ബോട്ടിലിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലായി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം
സെൻറ്റർ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് വേണം ബ്രഷ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ നിന്ന് തുടങ്ങി മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകണം. വളരെ സാവധാനം വേണം ബ്രഷ് ചെയ്യേണ്ടത്. ഞാനിവിടെ വീഡിയോ ഫാസ്റ്റായിട്ട് എടുത്തേക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡ് തോന്നുന്നത്. ടിഷ്യൂ പേപ്പറിൽ ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ വേണം ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ ഭാഗവും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ജൂട്ടിൻ്റെ ബ്രൗൺ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിൽ ക്യാപ്പിലേക്ക് ചുറ്റി കൊടുക്കാം. ഞാനിവിടെ ക്ലിയർ വാർണിഷ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിൽ മുഴുവനായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലിയർ വാർണിഷ് ചെയ്യുമ്പോൾ ഉണങ്ങിക്കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഫുള്ളായി നമുക്ക് ഉണങ്ങാൻ വെക്കേണ്ടി വരും. ക്ലിയർ വാർണിഷ് കൊടുക്കുമ്പോൾ നല്ല ഗ്ലേസിങ് കിട്ടും ബോട്ടിലിന്. ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്നത്തെയും പോലെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.